ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ് പരിപാടി? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എനിക്കത്ര സുഖമൊന്നുമില്ലാന്ന്. എന്താണെന്നറിയോ, ഇന്നാണ് നമ്മുടെ ഗിവ് അവേയുടെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന ദിവസം. എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങളങ്ങനെ ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന് വിചാരിക്കരുത്. ഞാൻ ഭയങ്കര ടെൻഷനിലാണ് സത്യത്തിൽ. എന്തോ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഭയങ്കര ടെൻഷൻ. സത്യത്തിൽ ജേർണൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചെറുതായിട്ടൊരു ടെൻഷനൊക്കെ വന്നു. ഇത് കഴിഞ്ഞ് ഈ വോയിസ് കൊടുക്കുമ്പോൾ ഇപ്പോൾ എനിക്കുള്ളൊരു ടെൻഷൻ എത്രയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായത്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര പേടി തോന്നുന്നു എനിക്ക്. ഒന്നാമത് നമ്മളിതുവരെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യുന്നൊരു സംരംഭം, പിന്നെ അങ്ങനെയൊക്കെ ആയതുകൊണ്ടും പിന്നെ എന്തൊക്കെയോ ഭയങ്കര പേടിയാണ് എനിക്ക്. നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അത് ഫീൽ ചെയ്യോ അങ്ങനെയുള്ള കുറേ അതൊക്കെ ഞാൻ പിന്നെ പറയാം, അതങ്ങോട്ട് പോട്ടെ. എന്തായാലും നമുക്ക് ആദ്യം ജേർണലിനെ പറ്റി പറയാം. ഏപ്രിൽ ജേർണലാണ്. നമ്മൾ എല്ലാ മന്തിലും ചെയ്യാറുണ്ടല്ലോ. കഴിഞ്ഞ മാസം ചെയ്തിട്ട് എത്ര പെട്ടെന്നാണ് ഒരു മാസം അങ്ങോട്ട് പോയതല്ലേ. ഇത് ഏപ്രിൽ ജേർണലാണ്. ഏപ്രിൽ എന്ന് പറയുമ്പോൾ വിഷു ഒക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ കണിക്കൊന്നയാണ് ഞാനവിടെ വരക്കാൻ ഉദ്ദേശിച്ചത്. ഇത് വരച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണിക്കൊന്നനെ വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ കേട്ടോ. ഏതാണ്ട് ആ ഒരു ഷേപ്പിലൊക്കെ ഞാൻ വരുത്തി തീർത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അനുമാനം. അങ്ങനെ കണിക്കൊന്ന തന്നെയാണ് വരച്ചത്. പിന്നെ വെക്കേഷനാണ് ഏപ്രിൽ എന്ന് പറയുമ്പോൾ. നമ്മളെല്ലാവരും ഫുൾ ഓൺ മൂഡിലുള്ള സമയമല്ലേ. അതുകൊണ്ട് തന്നെ കുട്ടികളെയാണ് ഞാൻ ആ കുത്തുകുത്തായി വരച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലായായിരുന്നു? അതായത് ഡാൻസ് ചെയ്യുന്ന, പാട്ട് പാടുന്ന, ഇത് ജിമ്മിലൊക്കെ പോയ, വർക്കൗട്ടൊക്കെ ചെയ്യുന്ന, അങ്ങനെ പലതരത്തിലുള്ള കുട്ടികളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഫസ്റ്റ് പേജിൽ കേട്ടോ. ഞാൻ ഏപ്രിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്രാക്കേഴ്സ്, പടക്കമാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് അത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. താഴെ മറ്റേ മേലെ പോയി പൊട്ടുന്ന എലിവാണോ, റോക്കറ്റ് പോലത്തെ സംഗതി ഉണ്ടല്ലോ, അത് താഴെ വരച്ചിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് മേലെ പോയി പൊട്ടിത്തെറിക്കുന്നതൊക്കെ ഞാൻ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അങ്ങനെയാണ് അവനുള്ളത്. പിന്നെ സൈഡിലൊരു നമ്മുടെ വെക്കേഷനെ പറ്റിയൊരു കോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഫസ്റ്റ് പേജിൽ. പിന്നെ ഇപ്പുറത്തെ വശത്ത് നമ്മളൊരു കലണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. കലണ്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് ഇങ്ങനെ ബുള്ളറ്റ് ജേർണൽ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ മൂഡ് ട്രാക്കർ, ഹാബിറ്റ് ട്രാക്കർ, അങ്ങനെയൊക്കെ. നമുക്ക് ഏതായാലും അങ്ങനെയുള്ള സംഗതികളുടെ ആവശ്യമൊന്നും വരില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് സത്യം ഒരു ദിവസത്തെ ഒരു 10-15 മൂടൊക്കെ വരും. അപ്പോൾ പിന്നെ അത് വേണ്ട. അതിന് പകരം ഞാൻ വിചാരിക്കുന്നത്, വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടാവും. ഒന്നുകിൽ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ബുക്സ് വായിക്കണമെന്നായിരിക്കും. അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ നമ്മൾ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതിൽ നമ്മൾ ഒരു ദിവസം, നമ്മുടെ ഇന്നത്തെ ദിവസം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നോ, അങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് ദിവസങ്ങൾ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കലണ്ടറിൻ്റെ ഡേറ്റ് കൊടുത്തിട്ട് സൈഡിലൊക്കെ ഈ കൊച്ചുങ്ങളെ പോലുള്ള അവരുടെ തലയും ബോഡിയും ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഉടുപ്പിൻ്റെ കളർ നമ്മുടെ ഓരോ ദിവസത്തിനും അനുസരിച്ച് നമ്മൾ കൊടുക്കുക. നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഒരു 5 കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 5 ചെയ്യണമെന്നൊന്നുമില്ല. അങ്ങനെ അപ്പോൾ എത്രയൊക്കെയാണ് ചെയ്ത് അതനുസരിച്ചിട്ട് ഓരോരോ കളറും കൊടുക്കുക. ഏതൊക്കെയാണ് കളേഴ്സ് ഞാൻ ലാസ്റ്റുള്ള 2 കോളത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതിയേ. അതാണ് ആ രണ്ടാമത്തത്. പിന്നെ ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാവാട്ടോ. പിന്നെ മൂന്നാമതൊരു പേജുണ്ട്. ആ പേജിൽ ഞാൻ ഗോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ എന്തൊക്കെ വെക്കേഷന് ചെയ്യണമെന്ന് തീരുമാനിച്ചില്ലേ, ആ ഗോൾസ് നമുക്ക് എഴുതാം. രണ്ടാമതൊരു കോളം കൊടുത്തിട്ടുണ്ട്. ആ രണ്ടാമതൊരു കോളത്തിൽ ഞാൻ ഐ ഹാവ് ഡൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ചെയ്യാനുള്ളതല്ല, അത് ശരിക്കും ചെയ്യാനുള്ളത് ഈ മന്തിൻ്റെ ലാസ്റ്റാണ്. ഏപ്രിൽ 30 ആവുന്ന സമയത്ത് നമ്മളിതെടുത്തിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോ, അല്ലെങ്കിൽ എത്രയൊക്കെ ചെയ്തു, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഐ ഹാവ് ഡൺ നമുക്കിപ്പോൾ ഫിൽ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് നമ്മൾ പിന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞിടാം. എല്ലാവരും കൊടുക്കുന്നു, ഞാനും കൊടുത്തു. ഞാനിതുവരെ അത് ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെയാണ് ജേർണലിനെ പറ്റി പറയാനുള്ളത്. ബാക്കി നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ. ഇനി നമുക്ക് എനിക്ക് ടെൻഷൻ പിടിച്ച പാട്ട് നമ്മുടെ ഗിവ് അവേ റിസൾട്ടിനെ പറ്റി പറയാം. എങ്ങനെയാണ് ഞാൻ അതിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളും കമൻസിനെ പറ്റി അങ്ങനെയൊക്കെ പറയാം. അതായത് നമ്മൾ ഇട്ട ഗിവ് അവേയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിട്ട വീഡിയോയുടെ താഴെ ഏകദേശം 256 അത്രയും കമൻസാണ് വന്നിട്ടുള്ളത്. അതിൽ പകുതിയോളം കമൻസ് എൻ്റേത് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാ കമൻസും വായിക്കുകയും ഒരെണ്ണത്തിന് വിടാണ്ട് റിപ്ലൈ തരികയും ചെയ്യുന്ന ആളാണ്. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, അത് വേറെ കാര്യം. എന്തായാലും അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ പകുതി കമൻസ് എൻ്റെയാണ്. ബാക്കിയുള്ള കമൻസ് ഒരു 100-120 കമൻസാണ് അപ്പോൾ നിങ്ങൾ ഇട്ടിട്ടുള്ള കമൻസ് ആയിട്ടുള്ളത്. അതിൽ തന്നെ നിങ്ങൾക്ക് എന്നോട് ഭയങ്കര സ്നേഹവും ഇതൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ ഒന്നിലധികം കമൻസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട്, നന്ദിയുണ്ട് കേട്ടോ. അത് നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറുന്നു. അങ്ങനെയാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു 50 പേര് നമുക്ക് കമൻറ്റ് ചെയ്തു.
50 ഞാൻ ഒരു റൗണ്ടാക്കി പറഞ്ഞാണ്, ഒരു 60 അത്രയും പേരാണ് നമുക്ക് കമൻസ് വന്നിട്ടുള്ളത്. ആ കമൻസിൽ നിന്ന് ഞാനൊരു 10-20 പേരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ എല്ലാ കമൻറ്റും എപ്പോഴും വായിക്കുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാം. എനിക്ക് കമൻസൊക്കെ സത്യത്തിൽ കാണാപ്പാടാം. ഇങ്ങനെ ഇത് കൊടുക്കേണ്ട അഭിപ്രായത്തിൽ പിന്നെയും കമൻസൊക്കെ വായിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇടുന്ന ഉറപ്പുള്ളതുകൊണ്ട് ഇന്നലെ രാത്രി വൈകുന്നേരം മുതൽ ഇങ്ങനെ കുത്തിയിരുന്ന് ഞാൻ എല്ലാം വായിച്ച് ഒരു 20 പേരെയാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞാൻ ആദ്യമേ പറയുന്നതാണ്, നമ്മൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. എനിക്ക് നിങ്ങളുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്, നമ്മൾ ഡെയിലി കണ്ട് സംസാരിക്കുന്നവരെ പോലെയാണ് അല്ലേ, കുറേ പേരുമായിട്ട്. എന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് ക്ലോസ് അല്ലാന്നോ സ്നേഹമില്ലാന്നോ താങ്ക്സ് ഒന്നും എനിക്ക് പറയാനില്ലാന്നോ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ എന്നാലും നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് കണ്ട് സംസാരിക്കുന്നവരെ പോലെ തന്നെ അടുപ്പമാണ്. സത്യത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും കമൻറ്റ് വന്ന് ഇത് ആരായിരിക്കും ഇട്ടതെന്ന് എനിക്ക് ഏകദേശം ഒരു പേര് കാണാണ്ട് ഒരു ഊഹം ഇപ്പോൾ എനിക്ക് വരാൻ ഉള്ളൊരു പാകത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു 20 പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളിൽ ആർക്ക് തന്നാലും അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ബാക്കിയുള്ളവർക്ക് വിഷമമാകുമ്പോൾ അതെനിക്ക് വിഷമമുള്ള കാര്യമാണ് സത്യമായിട്ടും. അതുകൊണ്ട് തന്നെ ആ 20 പേരുടെ പേരും ഞാൻ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണുന്നത് ഓക്കെ, നമ്മൾ ഈ കമൻറ്റിൽ കാണുന്ന സംഭവം ഞാൻ പേപ്പറിൽ എഴുതി അത് നറുക്കിട്ടിട്ടാണ് അതിൽ നിന്ന് ഒരാളെ എടുത്തിരിക്കുന്നത്. ഇതിനെപ്പറ്റി യാതൊരു ബോധവും ഒന്നുമില്ലാത്ത ഒരു കുഞ്ഞു കൊച്ചിനെ പറ്റി കൊണ്ടാണ് സംഭവം എടുപ്പിച്ചിട്ടുള്ളത്. ആളാണ് എനിക്ക് ഒരു പേരെടുത്ത് തന്നു. അതാണ് ഞാനിവിടെ വിന്നറായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എനിക്ക് പേഴ്സണലി ഇന്നയാൾക്ക് കൊടുക്കണം, നിങ്ങൾ 20 ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 20 പേർക്കും കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ 100 പേരുടെ അല്ലേ, നമ്മൾ അത്രയല്ലേ ഉള്ളൂ. എനിക്ക് ചെയ്യാവുന്ന എൻ്റെ പരിമിതിയിൽ നിന്നാണ് ഞാനിത് ചെയ്തത്. അത് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു സ്നേഹം അങ്ങനെയുള്ള രീതിയിലാണ് കേട്ടോ. നിങ്ങൾ ആരും എന്നോട് പിണങ്ങി പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിവ് അവേ അനൗൺസ് ചെയ്യുമ്പോഴും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. റിസൾട്ട് പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ് സത്യത്തിൽ. ഒരുപാട് വ്യൂവേഴ്സും സപ്പോർട്ടേഴ്സും ഒക്കെയുള്ള വലിയ ആൾക്കാർ എപ്പോഴും ഗിവ് അവേ ചെയ്യുന്നവരെ പറ്റി ആലോചിച്ച് എനിക്ക് അവരെ നമിക്കുന്നവർക്ക് എന്തോരം ടെൻഷൻ ഉണ്ടായി കാണുമല്ലേ. അങ്ങനെയൊക്കെയാണ് എന്തായാലും കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് ബാക്കി നിങ്ങൾ ആരും പിണങ്ങി പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്, പിന്നെയും പറയാനുള്ളത്. ഓക്കെ, ഞാൻ അങ്ങനെ നറുക്കിട്ടാണ് ആളിനെ ചൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ആരും വിഷമിക്കേണ്ട കേട്ടോ. നമുക്കിനിയും ഗിവ് അവേസ് ഒക്കെ ചെയ്യാം. ഇന്നിപ്പോൾ April 1 ഞാൻ സത്യമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു April 30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളൊരു 1000 പേരൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ഈ മന്ത് തന്നെ നമുക്ക് ഒരു ഗിവ് അവേയും കൂടെ ചെയ്യാം. ഓക്കെ, അങ്ങനെ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ഇങ്ങനെയല്ലാണ്ട് ഞാൻ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ തരണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് നമുക്ക് പോകുന്ന വഴിയെ ചെയ്യാം കേട്ടോ. അതിന് ഇനിയിപ്പം ഇങ്ങനെ ഒന്നും കാത്തിരിക്കണ്ടല്ലോ. എനിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാനും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ മനസ്സിലിപ്പോൾ അങ്ങനെയാണ്. നമ്മുടെ ഫാമിലി ബുക്ക് നന്നായിട്ട് കൊണ്ടുപോകണം. പിന്നെ നിങ്ങൾ ഹാപ്പിയാണ് അതിലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫാമിലി ബുക്ക് നന്നായിട്ട് കൊണ്ടുപോകണം. പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ തന്നെ ക്രാഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണമെന്നുള്ളവർക്ക് അങ്ങനെ സെൻഡ് ചെയ്ത് തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ മന്ത് തന്നെ നമ്മൾ 1000 പേരാവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഗിവ് അവേയും കൂടെ ചെയ്യാം കേട്ടോ. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും ധൈര്യമായിട്ടൊന്നുമല്ല അതിവിടെ എഴുതുക.